التمسك بالأثر نجاه. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തില് ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മനുഷ്യർ അകപ്പെട്ടിരിക്കുന്ന ചില ചതിക്കുഴികളെ സംബന്ധിച്ച്, അവരെ വഞ്ചനയിൽ അകപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് സംസാരിച്ചു വന്നത്. അള്ളാഹുവോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്ന കാര്യത്തിൽ അവർ പിന്നോക്കം നിൽക്കുന്നു. അതേപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഹറാമുകളിൽ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചില ന്യായങ്ങൾ അവർ പറയലുണ്ട്. ആ ന്യായങ്ങളുടെ പൊള്ളത്തരങ്ങളാണ്, അതിന്റെ നിരർത്ഥകതയെ സംബന്ധിച്ചാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു വന്നത്. അതിൽപ്പെട്ട ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഉഇദ്ദത് ലിൽ കാഫിരീൻ എന്ന് നരകത്തെ സംബന്ധിച്ച് പറഞ്ഞു. നരകം ഒരുക്കപ്പെട്ടിരിക്കുന്നത് കുഫാറുകൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കുഫാറുകളിൽപ്പെട്ടവരല്ല എന്നുള്ളതിനാൽ നരകം ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളതാണ് അവരുടെ വാദം. അതേപ്രകാരം സ്വർഗത്തെ സംബന്ധിച്ച് അല്ലാഹു ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്കാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ രണ്ട് വചനങ്ങളെ സംബന്ധിച്ചാണ് അവസാനം പറഞ്ഞത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, വലാ യുനാഫി ഇഅദാദൻ നാരി ലിൽ കാഫിരീന അൻ യദ്ഖുലഹൽ ഫുസാഖ് വൽദുലമ. കാഫിരീങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നരകത്തെ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നുള്ളത് അക്രമം ചെയ്യുന്ന ആളുകളും പാപങ്ങൾ ചെയ്യുന്ന ആളുകളും അതിൽ പ്രവേശിക്കുകയില്ല എന്നതിൽ നിന്ന് ലഭിക്കുന്നില്ല. അവരുടെ പ്രവേശനം തടയുന്നില്ല. കാഫിരീങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നരകം ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തിന്മകൾ ചെയ്യുന്ന ആളുകൾ അതിൽ പ്രവേശിക്കുകയില്ല എന്നതിൽ നിന്ന് ലഭ്യമല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, നരകത്തിന് പല രീതികളിലുള്ള വിശേഷണങ്ങളുണ്ട്, പല ദർക്കുകളുണ്ട്. അതിൽ പലരും പല രീതിയിലാണ് പ്രവേശിക്കുന്നത്. ചില ആളുകൾ അതിന്റെ അവസാനത്തെ ഘട്ടത്തിലായിരിക്കും, ദർക്കിലായിരിക്കും. ചില ആളുകൾ അതിന് മുകളിലായിരിക്കും. ഈ രീതിയിലാണ്. അപ്പോ കാഫിരീങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിൽ ഫുജാറുകളായ മുസ്ലിമീങ്ങളിൽപ്പെട്ട തന്നെ തെമ്മാടികൾ പ്രവേശിക്കുകയില്ല എന്നുള്ള അർത്ഥം എന്ത് ചെയ്യുന്നില്ല, അതിൽ നിന്ന് ലഭിക്കുകയില്ല. അതേപ്രകാരം വലാ യുനാഫി ഇഅദാദൽ ജന്നത്തി ലിൽ മുത്തഖീൻ അൻ യദ്ഖുലഹാ മൻ ഫീ ഖൽബിഹി അദ്നാ മിസ്ഖാലി ദർറത്തിൻ മിനൽ ഈമാൻ വലം യഅമൽ ഖൈറൻ ഖത്ത്. സ്വർഗ്ഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുത്തഖീങ്ങൾ മാത്രമാണ് അതിൽ പ്രവേശിക്കൂ എന്നാണോ? അല്ല. ഈമാനിന്റെ ഒരു ദർറത്തെങ്കിലും ഹൃദയത്തിലുള്ളവൻ അതിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള അർത്ഥം അതിൽ നിന്ന് ലഭ്യമല്ല. അതായത് ഈമാനിന്റെ ഒരു ദർറത്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പ്രവേശിക്കും എന്നുള്ള, അവൻ മറ്റുള്ള അമലു സാലിഹാത്തുകൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെങ്കിലും അവന്റെ ശിക്ഷകൾക്കെല്ലാം ശേഷം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ള അർത്ഥം അതിൽ നിന്ന് ലഭ്യമാണ് എന്നാണ് ഇമാം അവറുകൾ സൂചിപ്പിച്ചത്. അതിനുശേഷം പിന്നീട് പറയുന്നത് വകഇഗ്തിറാരി ബഅദിഹിം ബിൽ ഇഅ്തിമാദി അലാ സൗമി യൗമി ആശുറാ ഔ യൗമി അറഫ. മറ്റൊരു ചതിക്കുഴി, ജനങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഒരു വഞ്ചന. ചില ആളുകൾ ആഷൂറയിന്റെ നോമ്പിന്റെ മേലും അറഫ നോമ്പിന്റെ മേലും ആസ്പദിച്ചിരിക്കുകയാണ്. അതിനെ അവലംബിച്ചുകൊണ്ട് അവർ ജീവിക്കുകയാണ്. അതിൽ അവർ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നോമ്പുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഒരു വർഷത്തെ പാപങ്ങളെ പുറത്തു കൊടുക്കും. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം അറഫ നോമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ
മുൻകഴിഞ്ഞ ഒരു പാപവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനാൽ ഈ ഒരു ഹദീസിനെ അവലംബിച്ചുകൊണ്ട് അവർ പാപങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ്. ഈ നോമ്പ് ചെയ്താൽ മതി, എടുത്താൽ മതി, അത് മുഖേന പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും, പിന്നെ പാപങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പാപങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് തെറ്റായ രീതിയിൽ ആ ഹദീസിനെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഹത്താ യഖൂല ബഅദുഹും, അങ്ങനെ അവരിൽ ചില ആളുകൾ പറയും, സൗമു യൗമി ആശൂറ യുകഫിറു ദുനൂബൽ ആമി കുല്ലഹാ, ആശൂറയിന്റെ ദിവസത്തിലുള്ള നോമ്പ് ഒരു വർഷത്തെ പാപങ്ങളെ മുഴുവനും അത് മായ്ച്ചു കളയും. വയബ്ഖാ സൗമു യൗമി അറഫത സിയാദതൻ ഫിൽ അജ്ർ, അങ്ങനെ ഒരു വർഷത്തെ പാപങ്ങൾ മുൻകഴിഞ്ഞത് എന്ത് ചെയ്തു, മായ്ക്കപ്പെട്ടു. വരാനുള്ള ഒരു വർഷത്തെയും മായ്ക്കപ്പെട്ട് കഴിഞ്ഞ പിന്നെ ഒരു വർഷത്തേക്ക് എക്സ്ട്രാ എന്തുണ്ട്, നന്മകൾ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തിന്മകൾ എന്തും ആകാം, ചെയ്യാം, നമ്മുടെ പാപങ്ങളെല്ലാം എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലയിൽ തെറ്റായ ഒരു ധാരണ അവർ ഈ വിഷയത്തിൽ തെറ്റായ ഒരു ധാരണയിൽ അകപ്പെട്ടിരിക്കുകയാണ്. വലം യദ്രി ഹാദൽ മുഖ്തറു അന്ന സൗമ റമദാൻ വസ്സലവാത്തുൽ ഖംസ് അഅ്ളമു വഅജല്ലു മിൻ സിയാമി യൗമി അറഫത വയൗമി ആശൂറ. ഇങ്ങനെ ഈ ചതിക്കുഴിയിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യനറിയില്ല എന്ത്, റമദാൻ മാസത്തിലെ നോമ്പും 5 നേരത്തെ നമസ്കാരവും ഈ അറഫ നോമ്പിനേക്കാൾ ആശൂറയിന്റെ നോമ്പിനേക്കാൾ മഹത്വമേറിയതാണ്, പ്രധാനപ്പെട്ടതാണ് എന്നുള്ള വിഷയം ഇവനറിയില്ല. ആശൂറയിന്റെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാളും അറഫ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ശ്രേഷ്ഠം ഏതു തന്നെയാണ്, റമദാൻ മാസത്തിലുള്ള നോമ്പാണ്. അതേപ്രകാരം തന്നെ 5 നേരത്തെ നമസ്കാരമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന ഹദീസുണ്ട്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറൽതുഹു അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു അടിമയും എന്നിലേക്ക് സാമീപ്യം ശ്രദ്ധിക്കുന്നില്ല, എന്റെ അടുപ്പം അവർ നേടിയെടുക്കുന്നില്ല, ബിശൈഇൻ അഹബ്ബ ഇലയ്യ, എനിക്കിഷ്ടമുള്ള ഒരു കാര്യം കൊണ്ടും, മിമ്മ ഫ്തറൽതുഹു അലൈഹി, ഏതിനേക്കാൾ, ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ. അതായത് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന ഫർളുകൾ ചെയ്യുന്നത് മുഖേനയാണ് ഒരു മനുഷ്യന് കൂടുതൽ അള്ളാഹുമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, അടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഫർളായ അമലുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഫർളായ അമലുകൾ, നോമ്പുകൾ, നമസ്കാരങ്ങൾ, ഇതിനാണ് പുണ്യമേറെയുള്ളത്, അതിനാണ് ശ്രേഷ്ഠതയേറെയുള്ളത് എന്നുള്ള വിവരം ഈ ചതിക്കുഴിയിൽ അകപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യൻ അറിയില്ല. വഹിയ ഇന്നമാ തുകഫിറു മാ ബൈനഹുമാ ഇദജ്തുനിബത്തിൽ കബായിർ. ഈ പറയപ്പെട്ട ഫർളുകളാകട്ടെ അത് മുഖേന പാപങ്ങൾ മായ്ച്ചു കളയപ്പെടും. ഒരു നിബന്ധനയുണ്ട്, എന്താണ്, ഇദജ്തുനിബത്തിൽ കബായിർ, വൻപാപങ്ങളെ അവൻ ഉപേക്ഷിക്കണമെന്നുള്ളതായ നിബന്ധനയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ, അജല്ലായ, അഫ്ളലായ ഈ അമലുകൾ റമദാൻ മാസത്തിലെ നോമ്പും അതേപ്രകാരം തന്നെ 5 നേരത്തെ നമസ്കാരം മുഖേനയും എന്ത് ചെയ്യും, പാപങ്ങൾ പൊറുക്കപ്പെടും. പക്ഷേ അത് അവിടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന നിബന്ധന എന്താണ്, കബായിറുകളിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, പിന്തിരിയണം. കബായിറുകൾ അവൻ ചെയ്യാൻ പാടില്ല, അതിൽ നിന്ന് മാറണം എന്നുള്ള നിബന്ധന അള്ളാഹു വച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സുന്നത്തായ കർമ്മങ്ങളുടെ അവസ്ഥ എന്താണ്, അതാണ് ഇമാം അവറുകൾ വിശദീകരിക്കുന്നത്. ഫറമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, അതായത് 2 റമളാനുകൾ ഇടയിലുള്ള പാപങ്ങൾ. വൽ ജുമുഅതു ഇലൽ ജുമുഅ, 2 ജുമുഅയുടെ ഇടയിലുള്ളതായ പാപങ്ങൾ. ലാ യഖ്വയാനി അലാ തക്ഫീരി സ്വഗായിരി ഇല്ലാ മഅ ദിമാമി തർക്കിൽ കബായിരി ഇലൈഹാ. ഇവകൾ, അതായത് 2 ജുമുഅകൾ, 2 റമളാനുകൾ, ഇത് ചെറുപാപങ്ങളെ മായ്ച്ച് ഇല്ലായ്മ ചെയ്ത് കളയണമെങ്കിൽ അതിനോടുകൂടെ എന്തും കൂടി ചേരണം, വൻപാപങ്ങൾ ഉപേക്ഷിക്കുക എന്നതുകൂടി ചേരണം. വൻപാപങ്ങൾ ഉപേക്ഷിക്കുന്നതിനോടുകൂടി മാത്രമേ 2 ജുമുഅകൾ അല്ലെങ്കിൽ 2 റമളാനുകൾ അതിനിടയിലുള്ളതായ പാപങ്ങളെ മായ്ച്ചു കളയുകയുള്ളൂ. ഫയഖ്വാ മജ്മൂഉൽ അംറൈനി അലാ തക്ഫീരി സ്വഗായിർ. ഈ 2 കാര്യങ്ങളും കൂടുമ്പോൾ എന്ത് ചെയ്യും, അത് മുഖേന സഗായിറുകളായ ചെറുപാപങ്ങളെ മായ്ച്ചു കളയുവാൻ അതിന് ശക്തിയേറും, അത് ശക്തിയുള്ളതായി തീരും എന്ന് ഇമാം അവറുകൾ പറയുകയാണ്. അപ്പോ ഈ ഫർളായ അമലുകൾ മുഖേന അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയപ്പെടണമെങ്കിൽ അതിന് നിബന്ധനയാണെന്ത്, അവൻ കബീറത്തുകളായ
വലിയ പാപങ്ങളെ ഉപേക്ഷിക്കണം എന്നുള്ളത്. ഫകൈഫ യുകഫിറു സൗമു യൗമി തതവ്വുഇൻ കുല്ല കബീറത്തിൻ അമലഹൽ അബ്ദ്. എന്നിട്ട് ഇമാം അവറുകൾ ചോദിക്കുകയാണ്, അപ്പൊ പിന്നെ എങ്ങനെയാണ് സുന്നത്തായ ഒരു പ്രവൃത്തി ചെയ്യുന്നത് മുഖേന, സുന്നത്തായ ഒരു നോമ്പ് മുഖേന അവന്റെ പാപങ്ങൾ, അവൻ ചെയ്തിരിക്കുന്ന വലിയ പാപങ്ങൾ മുഴുവനും മായ്ച്ചു കളയും എന്ന് പറയപ്പെടാവുന്നത് എങ്ങനെയാണ്? അത് സാധ്യമല്ല. വഹുവ മുസിറുൻ അലൈഹ, ഏതവസ്ഥയിൽ? അവനാകട്ടെ ഈ വൻപാപങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്നവനായ നിലയിൽ. വൻപാപങ്ങൾ അവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് തൗബ ചെയ്ത് പിന്മാറാൻ അവൻ സന്നദ്ധനല്ല. അവന്റെ വാദം എന്താണ്? ഈ അറഫ ദിവസത്തിലെ അല്ലെങ്കിൽ ആഷൂറ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ മതി എന്നുള്ള ഒരു തെറ്റായ ധാരണ അവൻ വെച്ചു പുലർത്തുകയാണ്. അതിൽ നിന്ന് തൗബ ചെയ്ത് പിന്മാറാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവനായ നിലയിൽ എങ്ങനെയാണ് ഈ സുന്നത്തായ കർമ്മങ്ങൾ നോമ്പുകൊണ്ട് അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുക? ഹാദാ മുഹാൽ, ഇത് മുഹാലായ കാര്യമാണ്, അസാധ്യമായ, ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. എന്നാൽ അലാ അന്നഹു ലാ യംതനിഉ അൻ യകൂന സൗമു യൗമി അറഫ വയൗമി ആഷൂറ മുകഫിറൻ ലിജമീഇ ദുനൂബിൽ ആമി അലാ ഉമുമി. ഇതിനർത്ഥം അറഫ ദിവസത്തിലെയും ആഷൂറ ദിവസത്തിലെയും നോമ്പുകൾ അത് ഒരു വർഷത്തെ പാപങ്ങൾ മായ്ച്ചു കളയുകയില്ല എന്നല്ല, മായ്ച്ചു കളയും. പക്ഷേ വയകൂന മിൻ നുസൂസിൽ വഅദില്ലതി ലഹാ ശുറൂത്തുൻ വമവാനിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചില വാഗ്ദാനങ്ങൾ നൽകുന്നതായ ആയാത്തുകൾ, ഹദീസുകൾ, ഇവിടെയെല്ലാം എന്തുണ്ട്? ചില ഷുറൂത്തുകളും മവാനിഅകളുമുണ്ട്. ചില നിബന്ധനകൾ അവിടെ പാലിക്കപ്പെടേണ്ടതുണ്ട്. ചില തടസ്സങ്ങൾ നീങ്ങേണ്ടതുണ്ട്. ആ ചില തടസ്സങ്ങൾ നീങ്ങുകയും ചില നിബന്ധനകൾ പാലിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ഈ വാഗ്ദാനങ്ങൾ പുലരപ്പെടുന്നത്. വയകൂന ഇസ്റാറുഹു അലൽ കബായിരി മാനിഅൻ മിന തക്ഫീർ. കബീറത്തുകളിൽ അവൻ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഇവിടെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതിനുള്ള ഒരു മാനിആണ്, തടസ്സമാണ്. അവൻ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷേ കബീറത്തുകളായ വൻപാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനായ നിലയിൽ ആണ് എങ്കിൽ അത് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഈ പാപങ്ങൾ മായ്ച്ചു കളയും എന്നുള്ളതായ വാഗ്ദാനത്തിന് ഒരു തടസ്സമാണ്. അതുകൊണ്ട് ആ വാഗ്ദാനം ചെയ്യപ്പെടുകയില്ല, നിറവേറ്റപ്പെടുകയില്ല. ഫഇദാ ലം യുസിർ അലൽ കബായിരി തസാഅദ സൗമു വഅദമുൽ ഇസ്റാർ. ഇനി അവൻ പാപങ്ങൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ, പാപങ്ങളിൽ അവൻ അടിയുറച്ചു നിൽക്കുന്നില്ല, അവൻ ചെയ്യുന്ന പാപങ്ങളിൽ നിന്നെല്ലാം അവൻ പിന്മാറുകയാണ് എങ്കിൽ ഈ നോമ്പും അതേ പ്രകാരം തന്നെ പാപത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ള കാര്യവും പരസ്പരം എന്ത് ചെയ്യും? സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കും. അപ്പോ എന്ത് ചെയ്യും? അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയപ്പെടും. ഇത് രണ്ടും, ഈ നോമ്പും അതേ പ്രകാരം തന്നെ പാപങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പരസ്പരം എന്ത് ചെയ്യും? സഹകരിച്ച് പ്രവർത്തിക്കും അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയുന്ന കാര്യത്തിൽ. كما كان رمضان والصلوات الخمس مع اجتناب الكبائر متصاعدين متعاونين على تكفير الصغائر. പരിശുദ്ധ റമളാനിലെ നോമ്പും 5 നേരമുള്ള നമസ്കാരങ്ങളുമെല്ലാം വലിയ പാപങ്ങൾ ഉപേക്ഷിക്കുന്നതിനോടുകൂടെ, വലിയ പാപങ്ങളെ അവൻ വർജിക്കുന്നതിനോടുകൂടെ അവകൾ തമ്മിൽ എന്താണ്? പരസ്പരം സഹവർത്തിത്തോടെ സഹായകരമായ നിലയിൽ എന്ത് ചെയ്യും? അവന്റെ പാപങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കും എന്നതുപോലെ തന്നെ. അപ്പോ ഇതേപോലെ തന്നെയാണ് ഈ ഫർളായ പ്രവർത്തികൾ മുഖേന പാപങ്ങൾ മായ്ച്ചു കളയപ്പെടണമെങ്കിൽ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് എന്നതുപോലെ തന്നെയാണ് ഈ ആഷൂറയിന്റെയും അറഫയുടെയും നോമ്പിന്റെ കാര്യം എന്നുള്ളതാണ് ഇമാം അവറുകൾ വിശദീകരിക്കുന്നത്. മഅ അന്നഹു സുബ്ഹാനഹു ഖദ് ഖാൽ, മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്തിട്ടുണ്ട്, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു. നിരോധിക്കപ്പെട്ടിരിക്കുന്നതായ കബായിറുകളെ നിങ്ങൾ വർജിക്കുകയാണ് എങ്കിൽ നുകഫിർ അൻകും സയ്യിആതികും, അപ്പൊ നിങ്ങളുടെ പാപങ്ങളെ നാം എന്ത് ചെയ്യും? മായ്ച്ചു കളയും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. ഫഉലിമ അന്ന ജഅല ശൈഇ സബബൻ ലിത്തക്ഫീരി ലാ യംനഉ അൻ യതസാഅദ ഹുവ വസബബുൻ ആഖർ അല തക്ഫീർ. ഇതിൽ നിന്ന് അറിയപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഒരു കാര്യത്തെ, ഒരു കാരണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള ഒരു കാരണമാക്കി മാറ്റിയാൽ അത് എന്തല്ല, മറ്റൊരു കാരണവുമായി ചേർന്നുകൊണ്ട് പാപങ്ങളെ മായ്ച്ചു കളയും എന്ന് പറയുന്നതിനെ തൊട്ടൊരു തടസ്സമല്ല. അപ്പോ വയകൂനു തക്ഫീറു മഅ ഇജ്തിമാഇ സബബൈനി അഖ്വാ വ അതമ്മ മിൻഹു മഅ ഇൻഫിറാദി അഹദിഹിമ.
ഒരു പാപം മായ്ക്കാൻ 2 കാരണങ്ങളുണ്ട് എങ്കിൽ അതിൽ ഒരു കാരണം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ശക്തവും പരിപൂർണവും സമ്പൂർണവുമായിരിക്കുമെന്ന് 2 കാരണങ്ങൾ ഒന്നിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. വകുല്ലമാ ഖവിയത് അസ്ബാബു തക്ഫീർ, പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള കാരണങ്ങൾ എപ്പോഴെല്ലാം ശക്തിയാർജിക്കുന്നുവോ കാന അഖ്വാ വ അതമ്മ വ അഷ്മൽ, അപ്പോഴെല്ലാം അവന്റെ പാപമോചനം അല്ലെങ്കിൽ അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയപ്പെടുക എന്നുള്ളത് എന്ത് ചെയ്യും? ശക്തിയാർജിക്കും, അത് പരിപൂർണമാകും, വ്യാപകവുമായും മാറും. ഇത് ഭൗതികമായ കാര്യങ്ങളിലും നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യത്തിൽ ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ നല്ല കഠിനമായ തണുപ്പുണ്ട്. ഈ തണുപ്പിനെ തടഞ്ഞു നിർത്താൻ പല മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗമാണ് നല്ല കട്ടിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത്. ചിലപ്പോൾ കട്ടിയുള്ള വസ്ത്രം ധരിച്ചാലും പൂർണ്ണമായിട്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഹീറ്ററുകളോ അതല്ലെങ്കിൽ തീ കത്തിച്ചുകൊണ്ട് ചൂടകിട്ടാനുള്ള ശ്രമം. ഇത് രണ്ടും കൂടിയാകുമ്പോൾ എന്ത് ചെയ്യും? അതിന് തണുപ്പിന് കൂടുതൽ പ്രതിരോധിക്കാം. എന്നതുപോലെ തന്നെ പാപങ്ങൾ മായ്ച്ചു കളയാൻ വ്യത്യസ്തങ്ങളായ അസ്ബാബുകളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഈ അസ്ബാബുകളെല്ലാം കൂടുന്ന സന്ദർഭത്തിലാണ് അതിനെന്ത് ചെയ്യുന്നത്? ശക്തിയാർജിക്കുന്നത്, പരിപൂർണമായിട്ട് അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നത് എന്നാണ് ഇമാം അവർകൾ വിശദീകരിക്കുന്നത്. ഇനി വീണ്ടും അടുത്ത ഒരു ചതിക്കുഴിയെ സംബന്ധിച്ച് ഇമാമറുകൾ വിശദീകരിക്കുകയാണ്. വകഇത്തികാലി ബഅദിഹിം അലാ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാകിയൻ അൻ റബ്ബിഹി അന ഇൻദ ഹുസ്നി ظنി അബ്ദി ബി ഫൽയظن ബി മാ ഷാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിങ്കൽ നിന്ന് ഉദ്ധരിക്കുന്നതായ ഒരു ഹദീസിനെ ചില ആളുകൾ അവലംബിക്കലുണ്ട്. അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ചില ആളുകൾ പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നത്. ആ ഒരു ഹദീസ് ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന ഇൻദ ഹുസ്നി ظنി അബ്ദി ബി, ഒരടിമ എന്നെ സംബന്ധിച്ച് എന്ത് ധാരണയാണോ വച്ചു പുലർത്തുന്നത് ആ ധാരണയിലായിരിക്കും ഞാൻ. ഫൽയظن ബി മാ ഷാ, അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എന്നെ സംബന്ധിച്ച് ചിന്തിച്ചു കൊള്ളട്ടെ. യഅനി മാ കാന ഫീ ظنിഹി ഫഇന്നി ഫാഇലുഹു ബി, എന്താണോ എന്നെ സംബന്ധിച്ച് അവൻ ധരിക്കുന്നത് അത് ഞാൻ എന്ത് ചെയ്യും? പ്രവർത്തിച്ചു കൊടുക്കും. അതായത് ഒരടിമ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ധാരണയുള്ളവനാണ്. അള്ളാഹു എന്റെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നവനാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, ധാരാളം കാരുണ്യം ചൊരിയുന്നവനാണ്, അവൻ എനിക്കെല്ലാം മാപ്പാക്കി തരും എന്ന് ഒരടിമ വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും? അവന് പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. ഈ ഒരു ഹദീസിനെ തെറ്റായ നിലയിൽ അവൻ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കിക്കൊണ്ട് അവൻ തിന്മകളിൽ അകപ്പെട്ട് ജീവിക്കുകയാണ്. തിന്മകൾ ധാരാളമായി ചെയ്യുന്നു, തൗബ ചെയ്യുന്നില്ല. അവന്റെ ധാരണ എന്താണ്? എന്റെ ഉള്ളിലുള്ള ധാരണ അള്ളാഹുവിനെ സംബന്ധിച്ച് ഹുസ്നുൽ ളന്നാണ്, അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്നുള്ള ധാരണ വെച്ച് പുലർത്തുകയാണ് ഞാൻ. അതുകൊണ്ട് എന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്നോളും എന്ന് തിന്മകളിൽ മുഴുകി ജീവിക്കുന്നതിനോട് കൂടെ തന്നെ ഈ ഒരു ഹദീസിനെ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് അവൻ ജീവിക്കുന്നു. ഇമാം അവറുകൾ പറയുന്നു, വലാ റൈബ അന്ന ഹുസ്ന ظنി ഇന്നമാ യകൂനു മഅൽ ഇഹ്സാൻ, ഒരു സംശയവുമില്ല ഹുസ്നുൽ ظن എന്നുള്ളത്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ നല്ല ധാരണ വച്ചു പുലർത്തുക എന്നുള്ളത് അത് ഇഹ്സാനോട് കൂടിയിട്ട് മാത്രമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് സ്വാലിഹായ പ്രവർത്തികൾ ചെയ്യുന്നതിനോടുകൂടെ മാത്രമാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ആ ഹുസ്നുൽ ളന്നിനുള്ളതായ പ്രതിഫലനം ഉണ്ടാക്കി തരുന്നത്. അവൻ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം. നന്മകൾ ചെയ്തതിന് ശേഷം അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ധാരണ വെച്ച് പുലർത്തണം എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളതിൽ സംശയമില്ല. ഫഇന്നൽ മുഹ്സിന ഹസനുൽ ظنി ബിറബ്ബിഹി അൻ യുജാസിയഹു അലാ ഇഹ്സാനിഹി വലാ യുഖ്ലിഫു വഅദഹു വയഖ്ബലു തൗബത. എന്താണ് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ധാരാളം അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റബ്ബിനെ സംബന്ധിച്ചുള്ള അവന്റെ ളന്ന് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്യുന്ന ഈ നന്മകൾക്ക് പ്രതിഫലം നൽകും എന്നുള്ളതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവന്റെ ധാരണ. മാത്രമല്ല അള്ളാഹു നൽകിയിരിക്കുന്ന വാഗ്ദാനത്തെ അവൻ നിറവേറ്റുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബയെ സ്വീകരിക്കും എന്നെല്ലാം ഇവൻ എന്ത് ചെയ്യുന്നു? ധാരണ വെച്ച് പുലർത്തും. അവൻ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ നന്മകൾ ചെയ്യുന്നതിനോട് കൂടെ തന്നെ തിന്മകൾ ഒഴിവാക്കുന്നു. എന്നിട്ട് അവൻ മനസ്സിൽ കരുതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ ഈ നന്മയെ സ്വീകരിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നന്മക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്ന പ്രതിഫലം എനിക്ക് നൽകും, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തിരിക്കുന്ന തൗബയെ അള്ളാഹു സ്വീകരിക്കും എന്ന നല്ല
ധാരണ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ കുറിച്ച് വച്ചു പുലർത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഹുസ്നുൽ ദന്ന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വഅമ്മൽ മുസീഉൽ മുസിറു അലൽ കബാഇരി വൽ ദുൽമി വൽ മുഖാലഫാത്ത്, പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, കബായിറുകളിൽ വൻപാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന, അതിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ, അക്രമങ്ങളിലും അള്ളാഹുവിനോടുള്ളതായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് എതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫഇന്ന വഹ്ശതൽ മആസി വൽദുൽ വൽ ഹറാമ തംനഉഹു മിൻ ഹുസ്നിൽ ദന്നി ബിറബ്ബി, അവന്റെ ഈ മാസിയത്തുകൾ, അവൻ ചെയ്യുന്ന പാപങ്ങൾ, അവന്റെ ഹൃദയത്തിലുള്ള കറകൾ, അക്രമങ്ങൾ, അവൻ ചെയ്തിരിക്കുന്ന നിഷിദ്ധങ്ങളെല്ലാം റബ്ബിനെ സംബന്ധിച്ചുള്ള നല്ല ധാരണ വച്ച് പുലർത്തുന്നതിനെ തൊട്ട് അവനെ തടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അവൻ തിന്മ ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല ധാരണ അവൻക്കുണ്ടാവുകയില്ല. വഹാദ മൗജൂദും ഫിൽ മുഷാഹദ, ഇത് എന്താണ്? അറിയപ്പെട്ടിരിക്കുന്ന, നമ്മുടെ കൺമുമ്പിലുള്ള കാഴ്ച അനുഭവവേദ്യമായിട്ടിരിക്കുന്ന കാര്യമാണ്. ഫഇന്നൽ അബ്ദൽ ആബിഖൽ മുസീ, തീർച്ചയായും ധാരാളം തിന്മകൾ ചെയ്യുന്നതായ ഒരു അടിമ, അൽ ഖാരിജ അൻ ത്വാഅതി സയ്യിദി, തന്റെ റബ്ബിന്റെ നിയമങ്ങളിൽ നിന്ന് അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നതായ ഒരു അടിമ, ലാ യുഹ്സിനു ദന്ന ബിഹി, അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ധാരണ വച്ച് പുലർത്തുന്നവനാവുകയില്ല. വലാ യുജാമിഉ വഹ്ശതൽ ഇസാഅതി ഇഹ്സാനു ദന്നി അബദ, ഒരിക്കലും തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തിന്മകളുണ്ട്, തിന്മയുടെ കറകൾ അവന്റെ ഹൃദയത്തിലുണ്ട്, തിന്മയുടെ ഇരുളുകൾ അവന്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ ആ തിന്മയുടെ ഇരുളുകളും അതേപ്രകാരം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല ധാരണയും ഒരിക്കലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിച്ചു കൂടുകയില്ല. ഫഇന്നൽ മുസീഅ മുസ്തൗഹിഷുൻ ബിഖദരി ഇസാഅതിഹി, തീർച്ചയായും തിന്മകൾ ചെയ്യുന്ന ആളുകൾ അവൻ ചെയ്യുന്ന തിന്മയുടെ അളവനുസരിച്ചുകൊണ്ട് അവൻ ഒരു പാപിയായിക്കൊണ്ട്, അതല്ലെങ്കിൽ അവന്റെ കാടത്ത സ്വഭാവം അവന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കും എന്ന് ഇമാം അവറുകൾ പറയുകയാണ്. വഅഹ്സനുൻ നാസി ദന്നൻ ബിറബ്ബിഹി അത്വഅഹും ലഹു, അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ധാരണ വച്ച് പുലർത്തുന്നവൻ എന്നുള്ളതാരാണ്? ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾ മാത്രമാണ്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ആരാണോ അനുസരിക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ നല്ല ധാരണ വച്ച് പുലർത്തുന്നവൻ. അതല്ലാതെ തിന്മകളിൽ മുഴുകി ജീവിക്കുകയും അള്ളാഹു എനിക്ക് പുറത്തു തരും, അതുകൊണ്ട് തിന്മ ഉപേക്ഷിക്കേണ്ടതില്ല എന്നുള്ള ധാരണ വച്ചു പുലർത്തുന്നവനല്ല. അതിനുശേഷം ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണിയാണ് ഇമാം അവർകൾ കൊണ്ടുവരുന്നത്. കമാ ഖാലൽ ഹസനുൽ ബസ്രി, താബിഈ പണ്ഡിതനായ പ്രമുഖ പണ്ഡിതനായ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുന്നത് പോലെ, ഇന്നൽ മുഅ്മിന അഹ്സന ദന്ന ബിറബ്ബിഹി ഫഅഹ്സനൽ അമൽ, തീർച്ചയായും ഒരു അടിമ അവൻ അവന്റെ റബ്ബിനെ സംബന്ധിച്ചുള്ളതായ ദന്ന്, ഊഹത്തെ നന്നാക്കി, അങ്ങനെയാണ് എങ്കിൽ അവൻ അവന്റെ അമലിനെയും എന്ത് ചെയ്തിരിക്കുന്നു? നന്നാക്കിയിരിക്കുന്നു. ഏതൊരുവൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഊഹത്തെ നന്നാക്കിയോ അവന്റെ അമലുകളും എന്തായിരിക്കും? നല്ലതായിരിക്കും. എന്നാൽ വഇന്നൽ ഫാജിറ അസാഅ ദന്ന ബിറബ്ബിഹി ഫഅസാഅൽ അമൽ, ഒരു അടിമ, ഒരു തിന്മ ചെയ്യുന്നവനായ പാപിയായ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധത്തെ അവൻ മോശമാക്കി, തെറ്റായ ധാരണ വെച്ച് പുലർത്തി, അങ്ങനെയാണെങ്കിൽ അവന്റെ അമലുകളും എന്തായി മാറും? അവൻ മോശമാക്കുന്നവനാകും. അവന്റെ അമലുകൾ അവനിൽ നിന്ന് പിന്നെ നല്ല അമലുകൾ വരികയില്ല, മോശപ്പെട്ട അമലുകളെ അവനിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല വീണ്ടും ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ചോദിക്കുകയാണ്, വകൈഫ യകൂനു യുഹ്സിനു ദന്ന ബിറബ്ബിഹി മൻ ഹുവ ഷാരിദുൻ അൻഹു ഹാലുൻ മുർതഹിലുൻ ഫീ മുസാഖതിഹി വമാ യുഗ്ലിബുഹു മുതഅദ്ദിദുൻ ലിലഅനതിഹി. ഇമാം അവറുകൾ ചോദിക്കുന്നു, എങ്ങനെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരാൾക്ക് നല്ല ധാരണ വച്ചു പുലർത്താൻ സാധിക്കുന്നത്? ഏതവസ്ഥയിൽ? അവനാകട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വളരെയധികം തെന്നി സഞ്ചരിക്കുന്നവനാണ്, അള്ളാഹുവിന്റെ മാർഗം വിട്ട് സഞ്ചരിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ കോപത്തിനും അള്ളാഹുവിന്റെ ദേഷ്യത്തിലും ഇറങ്ങിക്കൊണ്ട് അതിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതേപ്രകാരം തന്നെ അള്ളാഹുവിന്റെ ലഅനത്തിന്, ശാപത്തിന് പാത്രമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവന്റെ റബ്ബിനെ സംബന്ധിച്ച് അവനക്ക് നല്ല ധാരണ ഉണ്ടാകാൻ സാധിക്കുക? ഖദ് ഹാന ഹഖ്ഖുഹു വഅംറുഹു അലൈഹി ഫഅളാ, മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹഖ്ഖുകൾ, അവന്റെ കൽപ്പനകൾ ഇവന്റെ മേൽ നിസ്സാരമായി തോന്നിയിരിക്കുകയാണ്.
അള്ളാഹുവിന്റെ കൽപ്പനകളെ അവൻ നിസ്സാരമാക്കിയെടുത്തിരിക്കുന്നു. അള്ളാഹുവിനോടുള്ളതായ ഹക്കിനെ അവൻ നിസ്സാരമായി കാണുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെയും അവനോടുള്ള ഹക്കിനെയും എല്ലാം അവൻ പാഴാക്കി കളയുകയാണ്. അള്ളാഹു നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. ഹറാമുകളെല്ലാം അവന് പുല്ലുവിലയാണ്. അവൻ അതിനെ ഗൗനിക്കുന്നില്ല. അങ്ങനെ ഹറാമുകളിൽ അവൻ പ്രവേശിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു എനിക്ക് പുറത്തു തരും എന്ന് ധരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് തന്റെ റബ്ബിനെ സംബന്ധിച്ചവൻ ഹുസ്നുൽ ദന്നുള്ളവനാകുന്നത്? ഏതവസ്ഥയിൽ? ബാറസഹു ബിൽ മുഹാറബ, അള്ളാഹുവിനോടുള്ള യുദ്ധത്തെ അവൻ പ്രകടമാക്കിയിരിക്കുകയാണ്. പ്രകടമായിക്കൊണ്ട് അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചവനാണ് അവൻ. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ വലിയകളോട്, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ആളുകളോട് ശത്രുത വെച്ച് പുലർത്തുകയാണവൻ. മാത്രമല്ല അള്ളാഹുവിന്റെ ശത്രുക്കളായ ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളാണ് അവന്റെ കൂട്ടുകാരൻ. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഹുസ്നുൽ ദന്ന് വെച്ച് പുലർത്താൻ സാധിക്കുന്നത്? വജഹദ സിഫാതി കമാലിഹി, മാത്രമല്ല അള്ളാഹുവിന്റെ സമ്പൂർണങ്ങളായ സിഫാത്തുകളെ അവൻ നിഷേധിക്കുകയും ചെയ്യുന്നു. وأساء الظن بما وصف به نفسه ووصفه به رسوله صلى الله عليه وسلم. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നതായ ചില വസ്ഫുകളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന് നൽകിയിരിക്കുന്ന ചില വിശേഷണങ്ങളെ സംബന്ധിച്ച് തെറ്റായ ധാരണ വെച്ച് പുലർത്തുകയും ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും സംബന്ധിച്ച് തെറ്റായ ധാരണ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ആളുകൾ. അവന്റെ അജ്ഞത മുഖേന അവൻ ധരിക്കുന്നത് ചില അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ചില ഗുണങ്ങൾ അതിന്റെ പ്രകടമായ അർത്ഥത്തിൽ ഒരാൾ മനസ്സിലാക്കിയാൽ അത് മുഖേന അവൻ വഴികേടിലായി കുഫർ സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ ചിലതിനെ തള്ളിക്കളയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വകൈഫ യുഹസ്സിനു الظن بمن يظن انه لا يتكلم ولا يأمر ولا ينهى ولا يرضى ولا يغضب. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയില്ല. അല്ലാഹുവിന്റെ കലാമിനെ ചില ആളുകൾ നിഷേധിക്കുന്നു. അല്ലാഹു കൽപ്പന നൽകുന്നവനല്ല, അല്ലാഹു നിരോധനങ്ങൾ നൽകുന്നവനല്ല, അല്ലാഹു തൃപ്തിപ്പെടുന്നവനല്ല, കോപിക്കുന്നവനല്ല എന്നെല്ലാമുള്ള അല്ലാഹുവിന്റെ ചില സിഫാത്തുകളെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുകയും അങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ധാരണ വച്ചു പുലർത്താൻ അവന് എങ്ങനെയാണ് സാധിക്കുന്നത്? അതിനുശേഷം ഇമാം അവർകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് കൊണ്ടുവരികയാണ്. وقد قال الله تعالى في حق من شك في تعلق سمعه ببعض الجزئيات. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുള്ള ആളുകളാണ്? അവർ സംശയം വെച്ച് പുലർത്തിയിരിക്കുന്നു. അവർ നിഷേധിച്ചിട്ടില്ല, സംശയം വെച്ച് പുലർത്തുകയാണ് ചെയ്തത്. എന്തിനെ? ഫീ തഅല്ലുഖി സമഇഹി ബിബഅദിൽ ജുസ്ഇയ്യാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കേൾവി, അവന്റെ സമഇന്റെ ചില ജുസ്ഉകൾ, ചില ഭാഗങ്ങളെ അവർ നിഷേധിച്ചു കളയുന്നു. ചില ഭാഗങ്ങളിൽ സംശയം വെച്ച് പുലർത്തി. അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നതായ വാക്യം വഹുവ സിർ, അത് രഹസ്യമായ കാര്യങ്ങളാണ്. അതായത് രഹസ്യമായ ചില ഇടപാടുകൾ അത് അള്ളാഹു അറിയുകയില്ല, അല്ലെങ്കിൽ അള്ളാഹു കേൾക്കുകയില്ല എന്ന് സംശയം വെച്ച് പുലർത്തിയ ചില ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് ഏതാണ്? ആയത്ത് സൂറത്തു ഫുസ്സിലത്തെ ആയത്താണ്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും. നിങ്ങൾ ഒളിഞ്ഞിരിക്കുന്നവരായിരുന്നില്ല, നിങ്ങൾ ഒളിച്ചിരിക്കുന്നവരായിരുന്നില്ല. അൻ യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും. നിങ്ങളുടെ കേൾവികളും നിങ്ങളുടെ കാഴ്ചകളും നിങ്ങളുടെ തൊലികളും നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കും എന്ന് പേടിച്ചുകൊണ്ട് നിങ്ങൾ ചില പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒളിച്ചിരിക്കുന്നവരായിരുന്നില്ല. വലാകിൻ, പക്ഷേ വനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ.
പക്ഷെ നിങ്ങൾ ധരിച്ചു വെച്ചു എന്താണ്? നിങ്ങൾ പ്രവർത്തിക്കുന്ന അധിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അള്ളാഹു അറിയുന്നവനല്ല എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഊഹം അങ്ങനെയായിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, വദാലികും വന്നുകുമുല്ലദീ വനൻതും ബിറബ്ബികും, നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ വച്ചു പുലർത്തിയിരിക്കുന്ന നിങ്ങളുടെ ആ ധാരണ അർദാക്കും, അത് നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. ഫാസ്ബഹതും മിനൽ ഖാസിരീൻ, അത് മുഖേന നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോയി. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് അതിനെ അവർ പൂർണ്ണമായി നിഷേധിച്ചു കളഞ്ഞില്ല. അല്ലാഹു ചില കാര്യങ്ങൾ എന്ത് ചെയ്യുകയില്ല, അറിയുകയില്ല, അവരുടെ രഹസ്യമായ പ്രവർത്തികൾ അറിയുകയില്ല എന്നവർ ധരിച്ചു. ഈ ധാരണ അവരെ വലിയ നാശത്തിലേക്ക് കൊണ്ട് ചാടിച്ചു. അവർ നഷ്ടക്കാരായി മാറി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോ അല്ലാഹുവിന്റെ സിഫാത്തുകളെ പൂർണ്ണമായി നിഷേധിച്ച് തള്ളിക്കളയുന്ന ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ അവസ്ഥ എന്താണ് എന്നാണ് ഇമാം അവർകൾ ചോദിക്കുന്നത്. ഫഹാഉലാഇ ലമ്മാ വന്നു അന്നല്ലാഹ സുബ്ഹാനഹു ലാ യഅലമു കസീറൻ മിമ്മാ യഅമലൂൻ, ഈ വിഭാഗം ആളുകൾ അവർ പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങളെ അള്ളാഹു അറിയുകയില്ല എന്ന് ധരിച്ചതായ കാരണത്താൽ കാന ഹാദാ ഇസാഅത്തൻ ലിവന്നിഹിം ബിറബ്ബിഹിം, അത് അള്ളാഹുവിനോടുള്ള മോശമായ ധാരണ വച്ചു പുലർത്തുന്നതിന്റെ ഭാഗമായി. യഥാർത്ഥത്തിൽ അവർ അവരുടെ ധാരണ എന്തായിരുന്നു? ഹുസ്നുൽ ദന്നായിരുന്നില്ല. അള്ളാഹു ഞങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകും, ഇതൊന്നും അള്ളാഹു എന്ത് ചെയ്യില്ല, പരിഗണിക്കുകയില്ല, ഇതൊന്നും അള്ളാഹു അറിയുകയില്ല, ഞങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും എന്നാണ് അവർ യഥാർത്ഥത്തിൽ വിചാരിച്ചത്. പക്ഷെ ഈ ധാരണ എന്തായിരുന്നു? ഹുസ്നുൽ ദന്നായിരുന്നില്ല യഥാർത്ഥത്തിൽ. പിന്നെന്തായിരുന്നു? അത് അവരുടെ സൂഉൽ ദന്നായിരുന്നു, മോശപ്പെട്ട ധാരണയായിരുന്നു. ആ ധാരണ ഫഅർദാഹും ദാലികൽ ദൻ, ആ ധാരണ അവരെ നാശത്തിലകപ്പെടുത്തി. വഹാദാ ശഅ്നു കുല്ലി മൻ ജഹദ സിഫാത്തി കമാലിഹി വനുഊതി ജലാലിഹി, ഇതാണ് അള്ളാഹുവിന്റെ കമാലിയായ പരിപൂർണങ്ങളായ സിഫാത്തുകളെയും അവന്റെ മഹത്വമേറിയ വിശേഷണങ്ങളെയുമെല്ലാം നിഷേധിക്കുന്ന എല്ലാ ആളുകളുടെയും അവസ്ഥ അത് തന്നെയാണ്. വവസഫഹു ബിമാ ലാ യലീഖു ബിഹി, അവനോട് യോജിക്കാത്തതായ കാര്യങ്ങളെ കൊണ്ട് അവൻ വിശേഷിപ്പിക്കുന്നവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഫഇദാ വന്ന ഹാദാ അന്നഹു യുദ്ഖിലുഹുൽ ജന്ന കാന ഹാദാ ഗുറൂറൻ വഖിദാഅൻ മിൻ നഫ്സി, യഥാർത്ഥത്തിൽ അവൻ ഇതേ അവസ്ഥയിൽ സ്വർഗത്തിൽ അവനെ അള്ളാഹു പ്രവേശിപ്പിക്കുമെന്നവൻ ധരിക്കുന്നുണ്ട് എങ്കിൽ അത് യഥാർത്ഥത്തിൽ അവന്റെ നഫ്സ് അവനെ വഞ്ചിച്ചിരിക്കുന്നതാണ്. അവന്റെ നഫ്സിൽ നിന്നുള്ള, അവന്റെ ശരീരത്തിൽ നിന്നുള്ള വഞ്ചനയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വതസ്വീലം മിനശ് ശൈത്താൻ, പിശാചിൽ നിന്നുള്ളതായ വഞ്ചനയിലാണ് അവൻ യഥാർത്ഥത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. ലാ ഇഹ്സാന ദന്നിൻ ബിറബ്ബിഹി, അവന്റെ റബ്ബിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ഹുസ്നുൽ ദന്നിലല്ല അവൻ അകപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹുസ്നുൽ ദന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക, ഏതെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങുക, എന്നിട്ട് എന്റെ തൗബ അള്ളാഹു സ്വീകരിക്കും എന്നുള്ള ധാരണ വെച്ച് പുലർത്തുക. അല്ലെങ്കിൽ എന്റെ ഈ നല്ല പ്രവൃത്തി അത് അള്ളാഹു സ്വീകരിക്കുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും എന്നുള്ള ധാരണ വെച്ച് പുലർത്തുന്നതിനാണ് ഹുസ്നുൽ ദന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു, ഫതഅമ്മൽ ഹാദൽ മൗദിഅ, ഈ ഒരു ഭാഗം നിങ്ങൾ നല്ല രീതിയിൽ ഉറ്റാലോചിക്കേണ്ടതുണ്ട്. വതഅമ്മൽ ശിദ്ദത്തൽ ഹാജത്തി ഇലൈ, നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. ഇതിലേക്കുള്ള ആവശ്യം വളരെ കഠിനമായിരിക്കുന്നു, വളരെ ശക്തമായിട്ട് നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഫകൈഫ യജ്തമിഉ ഫീ ഖൽബിൽ അബ്ദി തയഖ്ഖുനുഹു ബിഅന്നഹു മുലാഖില്ല, എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുന്നത്? അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവനാണ് എന്നുള്ള ഉറച്ച ബോധം അവനുണ്ട്. ഈ ഒരു ബോധം അവന്റെ ഹൃദയത്തിലുണ്ട്. മാത്രമല്ല വഅന്നല്ലാഹ യസ്മഉ കലാമുഹു വയറാ മകാന, അള്ളാഹു അവന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കുന്നവനാണെന്നുള്ള യഖീൻ അവനുണ്ട്. അവന്റെ ഓരോ സ്ഥലങ്ങളെ സംബന്ധിച്ചും പൂർണ്ണമായി അള്ളാഹു അറിയുന്നവനാണ്, കാണുന്നവനാണ് എന്നുള്ള ബോധം അവനുണ്ട്. വയഅലമു സിർറഹു വഅലാനിയത, അവന്റെ രഹസ്യങ്ങളും പരസ്യങ്ങളുമെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയും എന്നുള്ള യഖീൻ അവന്റെ ഹൃദയത്തിൽ ഉള്ളതിനോടുകൂടെ വലാ യഖ്ഫാ അലൈഹി ഖാഫിയത്തുൻ മിൻ അംരി, അവന്റെ കാര്യങ്ങളിൽ ഒന്നും തന്നെ അള്ളാഹുവിന്റെ മേൽ ഗോപ്യമല്ല, രഹസ്യമല്ല എന്നുള്ള ഉറപ്പവനുള്ളതിനോടുകൂടെ ഫഇന്നഹു മൗഖൂഫുൻ ബൈന യദൈ, നിശ്ചയം അവൻ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടവനാണ്. വമസ്ഊലുൻ അൻ കുല്ലി മാ അമിൽ, അവന്റെ ഓരോ പ്രവർത്തികളെ സംബന്ധിച്ചും അവൻ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.
വഹുവ മുഖീമുൻ അലാ മുസാഖതിഹി മുദയ്യിഉൻ ലിഅവാമിരിഹി മുഅത്തുലുൻ ലിഹുഖൂഖി. ഈ ബോധമെല്ലാം അവനുള്ളതിനോട് കൂടെ തന്നെ അവൻ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയാക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകളെ പാഴാക്കിക്കളയുന്ന, അവനോടുള്ളതായ ബാധ്യതകളെ നിർവഹിക്കാതിരിക്കുന്നതായ അവസ്ഥയിൽ നിലകൊള്ളുക എന്നത്. വഹുവ മഅഹാദാ യുഹസ്സിനു ظന്നബി. ഇതെല്ലാം ചെയ്യുന്നതിനോട് കൂടെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല ബോധം, നല്ല ധാരണ വച്ചു പുലർത്തുക എന്നുള്ളത് എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുക? അതൊരിക്കലും സാധ്യമായ കാര്യമല്ല. വഹൽ ഹാദാ ഇല്ലാ മിൻ ഖിദഇൻ നുഫൂസ്. അത് നഫ്സുകളുടെ വഞ്ചനയിൽപ്പെട്ടതല്ലാതെ മറ്റൊന്നുമല്ല. വഗുറൂരിൽ അമാനി. അവന്റെ വ്യാജമായ ചില ആശകൾ മാത്രമാണത്. അത് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവന്റെ പാപങ്ങളിൽ നിന്ന് ഈ ഒരു ബോധം അവനുണ്ട് എങ്കിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നുവെന്നും അള്ളാഹു തന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അള്ളാഹു തന്റെ ഓരോ പ്രവർത്തികളെയും ചോദ്യം ചെയ്യുമെന്നുമുള്ള ബോധം ഹൃദയത്തിൽ അവൻ യഥാർത്ഥത്തിൽ ഉണ്ട് എങ്കിൽ അവൻ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനായിരിക്കണം. അവൻ തെറ്റുകൾ തൗബ ചെയ്ത് മടങ്ങുന്നവനായിരിക്കണം, നന്മകൾ ചെയ്യുന്നവനായിരിക്കണം എന്നുള്ളതാണ്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഇമാം അവറുകൾ കൊണ്ടുവരികയാണ്. വഖദ് ഖാല അബൂ ഉമാമ സഹൽ ഇബ്നു ഹുനൈഫ്. അബൂ ഉമാമ സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദഖൽതു അന വഉർവതു ഇബ്നു സുബൈർ അലാ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ഒരിക്കൽ ഞാനും ഉർവതു ഇബ്നു സുബൈറും കൂടിയിട്ട് പ്രവേശിച്ചു. അങ്ങനെ ഈ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലൗ റഅയ്തുമാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മറളില്ല. നിങ്ങൾ ഇരുവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം ബാധിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആഗ്രഹിക്കുകയാണ്. എന്താണ് സംഭവം? വകാനത്ത് ഇൻദി സിത്തതു ദനാനീർ. അന്ന് എന്റെ അടുക്കൽ 6 ദീനാറുകളുണ്ട്. ഔ സബ്അ, അല്ലെങ്കിൽ 7 ദീനാറുകൾ, 6 7 ദീനാറുകൾ അന്ന് എന്റെ കയ്യിലുണ്ട്. ഫഅമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ഉഫരിഖഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം ബാധിച്ച് കിടക്കുമ്പോൾ ഈ സമയത്ത് എന്നോട് കൽപ്പിച്ചു, ഈ 6 ദീനാറുകൾ ജനങ്ങൾക്ക് സദഖയായിട്ട് വീതിച്ചു കൊടുക്കണം എന്നെന്നോട് കൽപ്പിച്ചു. ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫശഗലനി വജഉ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എനിക്കത് വീതിച്ചു നൽകാൻ സാധിച്ചില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിടിപെട്ടിരിക്കുന്ന ഈ വേദന എന്നെ ജോലിയിലാക്കി. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്കിത് ജനങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ സാധിച്ചില്ല. ഹത്താ ആഫാഹുല്ലാഹ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സൗഖ്യം നൽകി. ثم سألني عنها فقال. അങ്ങനെ രോഗം ശിഫയായ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചു, മാ ഫഅൽതി അകുന്തി ഫറഖതി സിത്തത ദനാനീർ. നീ എന്താണ് ആയിഷ പ്രവർത്തിച്ചത്? ആ 6 ദീനാറുകൾ നീ ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്തുവോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ഫഖുൽതു ലാ വല്ലാഹ്. ഞാൻ പറഞ്ഞു, ഇല്ല, അല്ലാഹുവാണ് സത്യം. ലഖദ് കാന ശഗലനി വജ്ഉക്. താങ്കളെ ബാധിച്ചിരിക്കുന്ന ഈ രോഗം എന്നെ ജോലിയിലാക്കി റസൂലേ, എനിക്കത് വീതിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫദആ ബിഹാ ഫവളഅഹാ ഫീ കഫി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 6 ദീനാറുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കരങ്ങളിൽ അതിനെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, മാ വന്നു നബിയില്ലാഹി ലൗ ലഖിയല്ലാഹ വഹാദിഹി ഇൻദ. وفي لفظ ما ظن محمد بربه لو لقي الله وهذه عنده. മുഹമ്മദിന്റെ ധാരണ എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ധാരണ എന്താണ്? ഊഹമെന്താണ്? ഈ 6 ദീനാറുകൾ തന്റെ കയ്യിലിരിക്കുന്നതായ അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ് എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് എന്ത് ധാരണയിലാണ് അവൻ കഴിഞ്ഞുകൂടുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഹലാലായ, ഒരു രീതിയിലും ഹറാമ് കലരാത്ത, ഒരു രീതിയിലും പാപങ്ങൾ ചെയ്യാത്ത, പാപസുരക്ഷിതനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരണയാണ്. അത് നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതല്ല, പലിശപ്പണമല്ല, അഴിമതി നടത്തിയതല്ല, കൈക്കൂലി വാങ്ങിയതല്ല, ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ കരസ്ഥമാക്കിയ സമ്പാദ്യമല്ല, വെറും 6 ദീനാറുകൾ മാത്രമാണ്.
ഈ 6 ദീനാറുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ അവസ്ഥയിൽ ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് എന്ത് ധാരണയിലാണ് ഞാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചോദിക്കുന്നു, ഫയാ ലല്ലാഹി മാ വന്നു അസ്ഹാബിൽ കബായിരി വൽളമതി ബില്ലാഹ് ഇദാ ലഖൂഹു വമദാലിമുൽ ഇബാദി ഇൻദഹും. അപ്പോൾ കബായിറുകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ, തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളുടെ ധാരണ എന്താണ്? അക്രമങ്ങൾ പ്രവർത്തിക്കുന്നതായ ആളുകൾ എന്ത് ധാരണയിലാണ് കഴിയുന്നത്? അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതായ സന്ദർഭത്തിൽ വമദാലിമുൽ ഇബാദി ഇൻദഹും, ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവരിൽ നിന്ന് പിടിച്ചു പറിച്ചിരിക്കുന്ന, അവരെ ആക്രമിച്ചിരിക്കുന്ന, അവരുടെ അഭിമാനങ്ങളെ ചിന്തിയിരിക്കുന്ന പല രീതിയിലുള്ള അതിക്രമങ്ങൾ അവൻ കാണിച്ചിട്ടുണ്ട്. അവരെ പല രീതിയിൽ അവൻ അതിക്രമിച്ചിട്ടുണ്ട്. സമ്പത്ത് കവർന്നെടുത്തിട്ടുണ്ട്. നാവുകൾ കൊണ്ട് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള മവാലിമുകൾ അവന്റെ കയ്യിലുള്ളതിനോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ്. അള്ളാഹു അവന് മോചനം കൊടുക്കും എന്നുള്ള തെറ്റായ ധാരണയിലാണോ അവൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചോദിക്കുകയാണ്. ഫഇൻ കാന യൻഫഉഹും ഖൗലുഹും, എന്നിട്ട് ഇമാം അവർകൾ വളരെ അത്ഭുതത്തോടെ പറയുകയാണ്, അവരുടെ ഈ വാക്യം, അവരുടെ ഈ ഹുസ്നുൽ ളന്ന്, അള്ളാഹു എല്ലാം എനിക്ക് പുറത്തു തരും എന്നുള്ള ഈ തെറ്റായ ധാരണ, അത് അവരുടെ ഈ വാക്ക് പ്രയോജനം ചെയ്യുമായിരുന്നെങ്കിൽ. ഏത് ധാരണ? ഹസ്സന്നാ ദുനൂനനാ ബിക അന്നക ലൻ തുഅദ്ദിബ ളാലിമൻ വലാ ഫാസിഖ. അള്ളാഹുവേ, നിന്നെ സംബന്ധിച്ച് ഞങ്ങൾ നല്ല ധാരണയിലായിരിക്കുന്നു. എന്താണ് ധാരണ? അന്നക ലൻ തുഅദ്ദിബ ളാലിമൻ വലാ ഫാസിഖ. നീ ഒരു അക്രമിയെയും ശിക്ഷിക്കുകയില്ല, നീ ഒരു തെമ്മാടിയെയും ശിക്ഷിക്കുകയില്ല എന്നുള്ള ധാരണ, എന്നുള്ള നിലയിൽ നല്ല ധാരണ നിന്നെ സംബന്ധിച്ച് ഞങ്ങൾ വച്ചിരിക്കുന്നു. ഫൽയസ്നഅൽ അബ്ദു മാ ഷാ, അതുകൊണ്ട് അടിമ എന്തും പ്രവർത്തിച്ചു കൊള്ളട്ടെ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യട്ടെ. വൽയർതകിബ് കുല്ലമാ നഹാഹു അല്ലാഹു അൻ, അല്ലാഹു നിഷിദ്ധമാക്കിയ സകലതും അവൻ പ്രവർത്തിക്കട്ടെ. വൽയുഹസ്സിൻ വന്നഹു ബില്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് അവൻ നല്ല ധാരണ വെച്ച് പുലർത്തട്ടെ. ഫഇന്നൻ നാറ ലാ തമസ്സു, നരകം അവനെ സ്പർശിക്കാൻ പോകുന്നില്ല എന്ന് താണ് എങ്കിൽ ഫസുബ്ഹാനല്ലാഹ് മാ യബ്ലുഗുൽ ഗുറൂറു ബിൽ അബ്ദ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അവൻ അകപ്പെട്ടിരിക്കുന്ന വഞ്ചന, ചതിക്കുഴി, അവൻ എത്ര വലിയ ചതിക്കുഴിയിലാണ് അവനെ എത്തിച്ചിരിക്കുന്നത്, എത്ര വലിയ വഞ്ചനയിലാണിത്. വഖദ് ഖാല ഇബ്രാഹീമു ലിഖൗമി, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജനതയോട് ചോദിക്കുന്നുണ്ട്, അഇഫ്കൻ ആലിഹതൻ ദൂനല്ലാഹി തുരീദൂൻ ഫമാ ദന്നുകും ബിറബ്ബിൽ ആലമീൻ. നിങ്ങൾ അള്ളാഹുവിന് പുറമെ വ്യാജമായ ആലിഹത്തുകളെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന് പുറമെ വ്യാജമായ ഇലാഹുകൾക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയാണോ? ഫമാ ദന്നുകും ബിറബ്ബിൽ ആലമീൻ, അങ്ങനെ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരായ നിലയിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്? അള്ളാഹു നിങ്ങളെ വെറുതെ വിടുമെന്നുള്ള ധാരണയിലാണോ? ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾ ആ രീതിയിലാണ് അള്ളാഹുവിന് പുറമെ മറ്റ് ആലിഹത്തുകളെ സ്വീകരിച്ചവരായ നിലയിലാണ് മരണപ്പെട്ടത് എങ്കിൽ തീർച്ചയായും ഖാലിദീങ്ങളായ നിലയിൽ നിങ്ങൾ കാലാകാലം നരകത്തിന്റെ അവകാശികൾ തന്നെയായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഐ ഫമാ വന്നുകും ബിഹി അൻ യഫ്അല ബികും ഇദാ ലഖീതുമൂഹു വഖദ് അബദ്തും ഗൈറ, അതായത് നിങ്ങൾ അല്ലാഹുവല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നവരായ നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ എന്ത് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ ധാരണ. നിങ്ങളെ അള്ളാഹു തീർച്ചയായും ശിക്ഷിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ധാരണ തെറ്റായതാണ് എന്ന് ഇമാം അവറുകൾ വെളിപ്പെടുത്തുകയാണ്. ശേഷം ഇമാം അവറുകൾ തുടരുകയാണ് ഇതേ വിഷയം തന്നെ. വമൻ തഅമ്മല ഹാദൽ മൗദിഅ ഹഖ്ഖ തഅമ്മുലി അലിമ അന്ന ഹുസ്നൽ ളന്നി ബില്ലാഹി ഹുവ ഹുസ്നുൽ അമലി നഫ്സുഹു. ആരെങ്കിലും ഈ കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട രീതിയിൽ, നല്ല രീതിയിൽ ചിന്തിക്കുകയാണ് എങ്കിൽ അവന് ബോധ്യപ്പെടും അന്ന ഹുസ്നൽ ളന്നി ബില്ലാഹി ഹുവ ഹുസ്നുൽ അമലി നഫ്സുഹു. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല ധാരണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നല്ല അമലുകൾ ചെയ്യുക എന്നത് തന്നെയാണ്. നല്ല അമലുകൾ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഫഇന്നൽ അബ്ദ ഇന്നമാ യഹ്മിലുഹു അലാ ഹുസ്നിൽ അമൽ, തീർച്ചയായും ഒരടിമയെ നല്ല അമലിലേക്ക്, നല്ല കർമ്മങ്ങളിലേക്ക് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹുസ്നു വന്നിഹി ബിറബ്ബിഹി അൻ യുജാസിയഹു അലാ അഅമാലിഹി
വയുസീബുഹു അലൈഹാ വയതഖബ്ബലഹാ മിൻ. ഒരടിമയെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അവനെ അതിലേക്ക് ആകൃഷ്ടനാക്കുന്നത് ഏതൊരു കാര്യമാണ്? അവന്റെ റബ്ബ് അവന് പ്രതിഫലം നൽകുമെന്നുള്ള നല്ല ധാരണയാണ്. അതേപ്രകാരം തന്നെ ആ അമലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സ്വീകരിക്കുകയും നല്ല സവാബ് നൽകുകയും ചെയ്യും എന്നുള്ള നല്ല ധാരണയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സൽപ്രവർത്തികളിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഫല്ലദീ ഹമലഹു അലാ ഹുസ്നിൽ അമലി ഹുസ്നുൽ വൻ. ഒരു മനുഷ്യനെ നല്ല പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്നത് അവന്റെ നല്ല ധാരണയാണ് എന്നർത്ഥം. ഫകുല്ലമാ ഹസ്സന വന്നഹു ബിറബ്ബിഹി ഹസ്സന അമല. എപ്പോഴെല്ലാം അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല ധാരണയുള്ളവനാകുന്നുവോ അപ്പോഴെല്ലാം അവന്റെ അമലുകളും നല്ലതായിത്തീരുന്നു. വഇല്ലാ ഫഹുസ്നുൽ വന്നി മഅ ഇത്തിബാഇൽ ഹവാ അജ്സുൻ. എന്നാൽ ഇങ്ങനെയല്ല അവന്റെ അവസ്ഥയെങ്കിൽ, അതായത് അവൻ നല്ല ധാരണ വച്ചു പുലർത്തുകയും അതിനോടുകൂടെ തന്നെ അവന്റെ ഹവയെ, അവന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ പിന്തുടരുകയുമാണ് അവൻ ചെയ്യുന്നത് എങ്കിൽ അത് യഥാർത്ഥത്തിൽ അജിസാണ്, അതവന്റെ അശക്തിയാണ്, അത് ആക്ഷേപാർഹമായ കാര്യമാണ്. കമാ ഫി ഹദീസ് തുർമുദി വൽ മുസ്നദ്. ഇമാം തുർമുദിയും ഇമാം അഹ്മദുമെല്ലാം ഉദ്ധരിച്ചിരിക്കുന്നതായ ഹദീസിലുള്ളതുപോലെ من حديث شداد بن أوس عن النبي صلى الله عليه وسلم. شداد بن أوس رضي الله عنه صلى الله عليه وسلم നിന്ന് ഉദ്ധരിക്കുന്നു, قال الكيس من دان نفسه. ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ തന്റെ നഫ്സിനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. തന്റെ നഫ്സിനെ അവൻ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു, അതിന് വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നു. വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷമുള്ളതായ കാര്യത്തിന് വേണ്ടിയിട്ട് അമല് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവനാണ് ബുദ്ധിയുള്ളവൻ. എന്നാൽ വൽ ആജിസു, അശക്തൻ എന്നാൽ, ആജിസ് എന്നാൽ മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്. അവന്റെ നഫ്സിനെ അവന്റെ ഹവക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്താണോ അവന്റെ ശരീരം ഇച്ഛിക്കുന്നത് അതെല്ലാം അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാ തിന്മകളും അവൻ ചെയ്യുന്നു. അതിനോട് കൂടെ തന്നെ വതമന്ന അലല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ എന്ത് ചെയ്യുന്നു? വ്യാമോഹങ്ങളിൽ അകപ്പെടുകയും ചെയ്തിരിക്കുന്നു. എല്ലാ തിന്മകളും ചെയ്യും, എന്നിട്ട് അള്ളാഹു പുറത്തു തരുമെന്ന് വ്യാമോഹിക്കുന്നവൻ അവൻ ബുദ്ധിയില്ലാത്തവനാണ്, അവൻ ആജിസാണ്, അശക്തനാണ്. ഈ അശക്തിയെ സംബന്ധിച്ച് അള്ളാഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജിസി വൽ കസൽ. അള്ളാഹുവേ, അജിസിൽ നിന്നും, മടിയിൽ നിന്നും, കസലിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. അതെ, പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്, അമലുകൾ ചെയ്യുകയാണ് വേണ്ടത്. അമലുകൾ ചെയ്യുന്നതിനോട് കൂടെ അവൻ എന്ത് ചെയ്യണം? നല്ല ധാരണ വച്ചു പുലർത്തണം. അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നവൻ ധരിക്കണം. നേരെ മറിച്ച് അവന്റെ നഫ്സിനെ ഹവക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു, അവന്റെ ഇച്ഛകൾക്കനുസരിച്ച് അവൻ ജീവിക്കുന്നു. എന്നിട്ട് അള്ളാഹു എനിക്ക് പുറത്തു തരും എന്ന് വ്യാമോഹിക്കുന്നവൻ ബുദ്ധിയുള്ളവനല്ല, യഥാർത്ഥത്തിൽ അവൻ ആജിസാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വബിൽ ജുംല, മൊത്തത്തിൽ പറഞ്ഞാൽ ഫഹുസ്നുൽ വന്നി ഇന്നമാ യകൂനു മഅൻ ഇഖാദി അസ്ബാബിൻ നജാത്ത്. ഹുസ്നുൽ വന്ന് എന്നുള്ളത് രക്ഷാമാർഗങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് അത് സംഭവിക്കുന്നത്. രക്ഷയ്ക്കുള്ള, അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷ ലഭിക്കാനുള്ളതായ നജാത്തിന്റെ മാർഗങ്ങൾ അവൻ പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഹുസ്നുൽ വന്ന് എന്ന് പറയുന്നത്. എന്നാൽ വഅമ്മാ മഅൻ ഇഖാദി അസ്ബാബിൽ ഹലാക്ക്, എല്ലാ നാശത്തിന്റെയും, നാശങ്ങൾക്കുള്ള കാരണമാകുന്ന സകല കാര്യങ്ങളും അവൻ പ്രവർത്തിക്കുന്നു. അതിനോടുകൂടെ തന്നെ ഫലാ യതഅത്ത ഇഹ്സാനുൽ വൻ. അങ്ങനെയാണ് എങ്കിൽ അവിടെ ഹുസ്നുൽ വന്ന് സാധ്യമല്ല. ഹുസ്നുൽ വൻ അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. അതിനുശേഷം ഇമാം അവറുകൾ പറയുന്നു, ഫഇൻ ഖീൽ, ഇനി പറയപ്പെട്ടാൽ, ബൽ യതഅത്ത ദാലിക്, ഹുസ്നുൽ വൻ ഉണ്ടാകും അവിടെയും. എങ്ങനെ? വയകൂനു മുസ്തനദു ഹുസ്നിൽ വന്നി സഅത മഗ്ഫിറത്തില്ലാഹി വറഹ്മതിഹി وعفوه وجوده وأن رحمته سبقت غضبه وأنه لا تنفعه العقوبة ولا يضره العفو. ചില ആളുകളുടെ ധാരണ അങ്ങനെയാണ്. ഹുസ്നുൽ വന്ന് എന്നുള്ളത് സാധ്യമായത് തന്നെയാണ്. ഏതിനോടുകൂടെ തന്നെ അതിൽ അവലംബിക്കപ്പെടുന്നത്, അതിന്റെ മുസ്തനദ്, അത് അവലംബിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ വിശാലമായ മഗ്ഫിറത്തിന്റെ മേലാണ്. അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യവും വിട്ടുവീഴ്ചയും ഔദാര്യത്തിന്റെയും മേലാണ്. അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ കോപത്തെ മറികടന്നിരിക്കുകയാണ്, അതിജയിച്ചിരിക്കുകയാണ്. വഅന്നഹു ലാ തൻഫഉൽ ഉഖൂബ, അവൻ ജനങ്ങളെ ശിക്ഷിക്കുന്നു എന്നുള്ളത് അവനക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുകയില്ല.
ആരെങ്കിലും ശിക്ഷിച്ചാൽ അള്ളാഹുവിന് ഒരു നേട്ടവുമില്ല. വലാ യദുറുഹുൽ അഫു, ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകിയാൽ അള്ളാഹുവിന് അതുകൊണ്ടൊരു കുഴപ്പമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? സകലർക്കും അവന്റെ റഹ്മത്ത് അതിവിശാലമായിരിക്കുന്നതാണ്. അവന്റെ കോപത്തെക്കാൾ റഹ്മത്ത് മുൻകടന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഹുസ്നുൽ ദന്ന് എന്താണ് അവിടെ സാധ്യമാണ് എന്ന് പറയപ്പെട്ടാൽ ഖീൽ, അവനോട് പറയപ്പെടണം അൽ അംറു ഹകദ, കാര്യം ഇപ്രകാരം തന്നെയാണ്. അതായത് അള്ളാഹുവിന്റെ ഗളബിന്റെ മേൽ മുൻകടന്നിരിക്കുകയാണ് റഹ്മത്ത്. അത് ശരി തന്നെയാണ്. അള്ളാഹു ആരെങ്കിലും ശിക്ഷിക്കുന്നത് മുഖേന അവന് ഒന്നും വരാനില്ല, അവനൊരു നേട്ടവുമില്ല. ആർക്കെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അള്ളാഹുവിനൊരു കുഴപ്പമില്ല അത് മുഖേന, അതൊക്കെ ശരി തന്നെ. പക്ഷേ വല്ലാഹു ഫൗഖ ദാലിക്, അതിനേക്കാളും മുകളിൽ തന്നെയാണ് അള്ളാഹു. വഅജല്ലു വഅക്രമു വഅജ്വദു വഅർഹം, അവൻ മഹത്വമേറിയവനാണ്, ഉദാരതയുള്ളവനാണ്, അവൻ മാന്യനാണ്, ധാരാളം റഹ്മത്ത് ചെയ്യുന്നവനാണ്. പക്ഷേ വലാകിൻ ഇന്നമാ യദഉ ദാലിക ഫീ മഹല്ലിഹിൽ ലായിഖ് ബി, അവന്റെ റഹ്മത്തിന് അവൻ വെക്കുന്നത് അതിന് അനുയോജ്യമായ സ്ഥലത്ത് മാത്രമായിരിക്കും. അവന്റെ റഹ്മത്തിന് ആരാണോ അർഹനായിരിക്കുന്നത് അവന് മാത്രമേ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയുള്ളൂ. അവന്റെ വിട്ടുവീഴ്ചക്ക് അർഹനായവന് മാത്രമേ അള്ളാഹു വിട്ടുവീഴ്ച കൊടുക്കുകയുള്ളൂ. ഫഇന്നഹു സുബ്ഹാനഹു മൗസൂഫുൻ ബിൽ ഹിക്മത്തി വൽ ഇസ്സ, കാരണം എന്താണ്? അള്ളാഹു ഹിക്മത്ത് കൊണ്ടും ഇസ്സത്ത് കൊണ്ടും വിശേഷണം പറയപ്പെട്ടവനാണ്. അവന്റെ സകല പ്രവർത്തികളും ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, യുക്തിഭദ്രമായിരിക്കും. അവൻ പ്രതാപവാനാണ്. നീതിപൂർവകമായി മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അപ്പൊ റഹ്മത്ത് അർഹിക്കുന്ന ആളുകൾക്ക് റഹ്മത്ത് കൊടുക്കും, ശിക്ഷ അർഹിക്കുന്ന ആളുകൾക്ക് ശിക്ഷ കൊടുക്കും എന്നുള്ളതാണ്. വൽ ഇന്തിഖാം, അതേ പ്രകാരം പ്രതികാര നടപടി സ്വീകരിക്കുക എന്നുള്ള സിഫത്ത് അള്ളാഹുവിനുണ്ട്. വഷിദ്ദത്തിൽ ബതുഷ്, ശക്തമായിട്ടുള്ള പിടുത്തം അവന് പറഞ്ഞിരിക്കുന്ന വിശേഷണമാണ്. വഉഖൂബത്തി മൻ യസ്തഹിഖുൽ ഉഖൂബ, ശിക്ഷക്ക് അർഹനായവനെ ശിക്ഷിക്കുക എന്നുള്ളതും അള്ളാഹുവിന് വിശേഷണം പറയപ്പെട്ടതാണ്. ഫലൗ കാന മുഅവ്വലു ഹുസ്നിൽ ളന്നി ബിഹി അലാ മുജറദി സിഫാതിഹി വഅസ്മാഇഹി ലഷ്തറക ഫീ ദാലികൽ ബർറു വൽ ഫാജിർ വൽ മുഅ്മിനു വൽ കാഫിർ വവലിയുഹു വഅദുഹു. ഇവിടെ അള്ളാഹുവിന്റെ ഈ സിഫാത്തുകൾ, ഹുസ്നുൽ ദന്ന് എന്നുള്ളത് അവന്റെ ഈ സിഫാത്തുകളുടെ മേൽ മാത്രമാണ് അവലംബിക്കുന്നത് എങ്കിൽ, അവര് പറഞ്ഞതുപോലെ അള്ളാഹു റഹ്മത്താണ്, റഹ്മത്ത് ചെയ്യുന്നവനാണ്, മഗ്ഫിറത്ത് നൽകുന്നവനാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ സിഫാത്തുകളെ മാത്രം അവലംബിച്ചുകൊണ്ടാണ് ഹുസ്നുൽ ദന്നിനെ പരിഗണിക്കപ്പെടുന്നത് എങ്കിൽ ഇവിടെ മുഅ്മിനുകളും അതേപ്രകാരം കാഫിറുകളും നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ വലിയകളും അള്ളാഹുവിന്റെ ശത്രുക്കളുമെല്ലാം ഇതിൽ ഒരുപോലെ പങ്കാളികളാകും. അതായത് ഫമാ യൻഫഉൽ മുജ്രിമ അസ്മാഉഹു വസിഫാതുഹു. അപ്പോ തിന്മ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഇസ്മുകളും അള്ളാഹുവിന്റെ സിഫാത്തുകളൊന്നും അവന് ഒരു പ്രയോജനവും ചെയ്യുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. കാരണം വഖദ് ബാഅ ബിസഖതിഹി വഗളബിഹി വതഅറദ ലിലഅനിഹി, യഥാർത്ഥത്തിൽ പാപിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും ബന്ധപ്പെടുത്തി മാത്രമാണ് ഹുസ്നുൽ ദന്നിനെ പരിഗണിക്കുന്നത് എങ്കിൽ അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കോപത്തിന് അർഹനായിത്തീരും. ആര്? പാപിയായ മനുഷ്യൻ. അവന്റെ ലഅനത്തിന് അർഹനായിത്തീരും. വഔളഅ ഫീ മഹാരിമിഹി വന്തഹക ഹുറുമാതി, അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ അവൻ ആപതിച്ചു പോവുകയും അള്ളാഹുവിന്റെ ഹുറുമാത്തുകളെ അവൻ ലംഘിച്ചു കളയുകയും ചെയ്യും. അത് മുഖേന അവൻ കടുത്ത നഷ്ടത്തിൽ അകപ്പെട്ടു പോകും, രക്ഷയില്ലാതെയാകും. എന്നാൽ ബൽ ഹുസ്നുൽ ദന്നി യൻഫഉ മൻ താബ വനദിമ വഅഖല, യഥാർത്ഥത്തിൽ ഈ ഹുസ്നുൽ ദന്ന് എന്നുള്ളത് പ്രയോജനം ചെയ്യും. ആർക്ക്? ആരാണോ തൗബ ചെയ്യുന്നവൻ, ഖേദം വെച്ച് പുലർത്തുന്നവൻ, പാപത്തിൽ നിന്ന് പിൻവലിയുന്നവൻ ആരാണോ അവനെ സംബന്ധിച്ചിടത്തോളം ഹുസ്നുൽ ദന്ന് പ്രയോജനം ചെയ്യും. എങ്ങനെയാണ്? തൗബ ചെയ്യുന്നു, ഖേദിക്കുന്നു, പാപത്തിൽ നിന്ന് പിന്മാറുന്നു. വബദ്ദല സയ്യിഅത ബിൽ ഹസന, ചെയ്തിരുന്ന പാപങ്ങൾക്ക് പകരമാക്കി അവൻ നന്മകളെ കൊണ്ടുവരുന്നു. വസ്തഖബല ബഖിയത ഉംരിഹി ബിൽ ഖൈരി വത്വഅ, ബാക്കിയുള്ള ജീവിതത്തെ നന്മയിലായിക്കൊണ്ട് അള്ളാഹുവിനുള്ള താഅത്തിലായിക്കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? കഴിച്ചുകൂട്ടുകയും ചെയ്താൽ സുമ്മ ഹസ്സനൽ ദന്ന ബഅദഹ, അതിനുശേഷം അവൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതായ ഹുസ്നുൽ ദന്ന് വെച്ച് പുലർത്തിയാൽ ഫഹാദാ ഹുവൽ ഹുസ്നുൽ ദൻ, അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് റബ്ബിനെ സംബന്ധിച്ചുള്ള നല്ല ധാരണ എന്ന് പറയുന്നത്. വൽ അവ്വലു ഗുറൂറുൻ, ആദ്യം പറയപ്പെട്ടത് വഞ്ചനയാണ്, കപടതയാണ്. വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹുവാണ് സഹായം തേടപ്പെടാൻ അർഹൻ. അപ്പോ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തത്വം പല സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു അവന്റെ റഹ്മത്ത് കൊടുക്കുന്നത് അതിനർഹപ്പെട്ട ആളുകൾക്കാണ്. അള്ളാഹുവിന്റെ ശിക്ഷ അതിനർഹരായ ആളുകൾക്ക് കൊടുക്കും. ഒരിക്കലും മുസ്ലിമീങ്ങളെയും കാഫിരീങ്ങളെയും അള്ളാഹു സമമാക്കുകയില്ല തന്നെ. മുത്തഖീങ്ങളെയും മുജ്രിമീങ്ങളെയും അള്ളാഹു സമമാക്കുകയില്ല. പല ആയാത്തുകളിൽ അള്ളാഹു അത് വ്യക്തമാക്കിയതായ കാര്യമാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു, വലാ തസ്തതിൽ ഹാദൽ ഫസ്ൽ. ഈ അധ്യായം കുറച്ച് നീണ്ടുപോയി, അത് ദീർഘിച്ചു പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. കാരണം ഫഇന്നൽ ഹാജത ഇലൈഹി ശദീദത്തുൻ ലികുല്ലി അഹദിൻ. കാരണം ഇതിലേക്ക് ഓരോ ആളുകളും ധാരാളം ആവശ്യക്കാരാണ്. കാരണം പല ആളുകളും നമസ്കരിക്കാതെ, നോമ്പെടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ഹജ്ജ് ചെയ്യാതെ, മാതാപിതാക്കളെ അനുസരിക്കാതെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ ഒഴിവാക്കുന്നു. അതല്ലെങ്കിൽ നിഷിദ്ധങ്ങൾ ചെയ്യുന്നു, പലിശ വാങ്ങുന്നു, മദ്യപിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു, പല രീതികളിലുള്ള തിന്മകളിൽ അകപ്പെട്ടു പോയിരിക്കുന്നത് ഇങ്ങനെയുള്ള പല തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തിക്കൊണ്ടാണ്. ഇങ്ങനെയുള്ള തെറ്റായ ചതിക്കുഴികളിൽ അകപ്പെട്ടതുകൊണ്ടാണ് പല ആളുകളും തിന്മകളിൽ അകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ വിശദീകരണത്തിലേക്ക് ഓരോ മനുഷ്യനും ആവശ്യക്കാരനാണ് എന്നുള്ളത് കൊണ്ടാണ് ദീർഘമായി ഞാനിത് പറയാൻ കാരണം എന്ന് ഇമാം അവറുകൾ പറയുകയാണ്. ഫഫർഖുൻ ബൈന ഹുസ്നിൽ ളന്നി ബില്ലാഹി വബൈനൽ ഗുറൂരി ബി. അങ്ങനെ അത് മുഖേന അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതായ ഹുസ്നുൽ ളന്ന് എന്താണ്, അതിൽ വഞ്ചനയിൽ അകപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതായ വ്യത്യാസം മനസ്സിലാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു. നിശ്ചയമായും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഹിജറ ചെയ്യുകയും ജിഹാദ് ചെയ്യുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്ത ആളുകൾ, ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ. ഇവിടെ അവരെയാണ് നല്ല ധാരണ വെച്ച് പുലർത്തുന്നവനായിട്ട് അള്ളാഹു പറഞ്ഞത്. എങ്ങനെ? ഈമാൻ ഉൾക്കൊള്ളണം ആദ്യം, എന്നിട്ട് ഹിജറ ചെയ്തു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന് എന്ത് ചെയ്യുന്നു? പ്രതീക്ഷിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഹുസ്നുൽ ളന്ന്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, അള്ളാഹു അതല്ലാതെ ലൽ ബത്താലീന വൽ ഫാസിഖീൻ, നന്മകളൊന്നും ചെയ്യാതെ ബാത്തിലിന്റെ പ്രവർത്തികൾ മുഴുവൻ ചെയ്യുകയും തെമ്മാടിത്തകൾ മുഴുവൻ ചെയ്യുകയും അതിനുശേഷം അള്ളാഹു എനിക്ക് പുറത്തു തരും എന്ന് പറയുന്നവനല്ല യഥാർത്ഥത്തിൽ. വീണ്ടും അള്ളാഹു പറയുന്നു, സുമ്മ ഇന്ന റബ്ബക, പിന്നീട് തീർച്ചയായും നിന്റെ റബ്ബ്, ലില്ലദീന ഹാജറു മിൻ ബഅദി മാ ഫുതിനു, വളരെയധികം കഠിനമായ പീഡനങ്ങൾ അനുഭവിച്ചതിന് ശേഷം ഹിജ്റ ചെയ്തതായ ആളുകൾക്ക്, സുമ്മ ജാഹദു വസബറു, പിന്നീട് ജിഹാദ് ചെയ്യുകയും ക്ഷമയവലംബിക്കുകയും ചെയ്ത ആളുകൾക്ക്, ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം, തീർച്ചയായും നിന്റെ റബ്ബ് അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആണ് ലഗഫൂറുർ റഹീം, അവൻ ധാരാളം മഗ്ഫിറത്തും മർഹമത്തും നൽകുന്നവനാണ്. അതായത് ഈ ഈമാൻ സ്വീകരിക്കുകയും ഹിജ്റ ചെയ്യുകയും കഠിനമായ പീഡനങ്ങൾ അനുഭവിക്കുകയും അങ്ങനെ ജിഹാദ് ചെയ്യുകയും പണിയെടുക്കുകയും ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് അർഹമായി തീരുന്നത്. ഫഅഖ്ബറ സുബ്ഹാനഹു അന്നഹു ബഅദ ഹാദിഹിൽ അഷ്യാ, അള്ളാഹു അറിയിക്കുകയാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് ശേഷം ഗഫൂറുൻ റഹീമുൻ ലിമൻ ഫഅല, അത് പ്രവർത്തിച്ച ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുക്കുകയും റഹ്മത്ത് ചൊരിയുകയും ചെയ്യുന്നവനാണ്. ഫൽ ആലിമു യളഅർ റജാഅ മവാളിഅ, അപ്പോ വിവരമുള്ള ഒരാൾ അവൻ റജാഇനെ വക്കേണ്ട സ്ഥലത്ത് വെക്കും, പ്രതീക്ഷ വക്കേണ്ട സ്ഥലത്താണ് വെക്കേണ്ടത്. വൽ ജാഹിലുൽ മുഗ്തറു യദ്അഹു ഫീ ഗൈരി മവാളി, എന്നാൽ അവിവേകിയായ മനുഷ്യൻ അവൻ അതല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നയാൾ അതിൻ്റെതായ അല്ലാത്തതായ സ്ഥലത്ത് എന്ത് ചെയ്യും? വ്യാമോഹങ്ങളിൽ അവൻ അകപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. പല ആളുകളും തിന്മയിൽ പെട്ടുപോകുവാനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതിരിക്കുവാനുമുള്ള കാരണം ഇന്നതാണ് എന്നാണ് ഇമാം അവറുകൾ ഈ അധ്യായത്തിലൂടെ സുദീർഘമായി പഠിപ്പിക്കുന്നത്. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു അധ്യായത്തെയാണ് ഇമാം അവറുകൾ കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരിക്കുവോളം അല്ലാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കാനും നല്ല തൗഫീഖ് നൽകട്ടെ.